ഹലോ, നമുക്കിന്നൊരു വാഴയിലപ്പത്തിൻ്റെ റെസിപ്പി നോക്കിയാലോ? അല്ലെങ്കിൽ തെലളിയപ്പം. അതിനായിട്ട് ഞാൻ അരിപ്പൊടിയും ഗോതമ്പൊടിയും എടുത്തിട്ടുണ്ട്. സാധാരണ ഗോതമ്പൊടി മാത്രമേ എടുക്കത്തുള്ളൂ. ജസ്റ്റ് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് തേങ്ങയും ചെറുപഴം ഇട്ട് കൊടുത്തിട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എല്ലായിടത്തും പഴം എത്താൻ വേണ്ടിയിട്ട് നല്ലപോലെ ആദ്യം ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഫ്ലേവറിന് വേണ്ടി കുറച്ച് ഏലക്ക ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചക്കരപ്പാനി ഒഴിച്ചു കൊടുത്ത് എല്ലായിടത്തും മിക്സ് ചെയ്ത് നല്ലപോലെ അയച്ചെടുക്കുന്നുണ്ട്. മാവ് നല്ലപോലെ അയച്ചാലേ നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള വാഴയിലപ്പം കിട്ടത്തുള്ളൂ കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് അയച്ചതിന് ശേഷം വാഴയിലയുടെ ഇല എടുത്തിട്ട് ജസ്റ്റ് അതിലേക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പ്രസ് ചെയ്തൊന്ന് ജസ്റ്റ് ഒന്ന് പരത്തി എടുക്കുന്നുണ്ട്. എന്നിട്ട് അത് ചുരുട്ടിയിട്ട് അതിൻ്റെ അറ്റഭാഗം കൊണ്ടൊന്ന് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ എല്ലാം ഇതുപോലെ പിൻ ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ ഇഡലിക്കൂട്ടത്തിൽ വെച്ചിട്ടുണ്ട് ആവി കയറ്റാൻ വേണ്ടിയിട്ട്. എന്നിട്ട് 10-20 മിനിറ്റ് ഇഡലിക്കൂട്ടത്തിൽ ആവി കയറ്റിയതിന് ശേഷം നമ്മൾ നന്നായിട്ട് അതിൻ്റെ ചൂടെല്ലാം പോയിട്ട് തുറന്ന് നോക്കുന്നുണ്ട്. നമ്മുടെ വാഴയിലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം തന്നെ ആ അടുക്കള ഫുള്ള് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും വാഴയിലയുടെ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായി ലൈക്ക് ചെയ്യണേ. ടാറ്റാ.